ഗുഡ് മോർണിംഗ്. സോ എന്താണ് നമ്മൾ ഇന്നലെ സ്റ്റോപ്പ് ചെയ്തത്, മീൻസ് ഫാദർ ജെറിമിയോട് പ്രിപ്പയർഡ് ആവാൻ പറയുകയാണ്. എനിക്കിത് എന്താണ് സൂം ചെയ്തിടാൻ പറ്റില്ല, കാരണം സൂം ചെയ്തിടുമ്പോൾ പകുതി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കുറച്ച് എന്താണ് ലെങ്തി അല്ലേ, മീൻസ് വ്യക്തിയായിട്ടല്ലേ എഴുതുന്നത്, അല്ലാതെ എന്താണ് ഒരു സൈഡ് മാത്രമല്ലല്ലോ. അപ്പോൾ സൂം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, എന്തെങ്കിലും ക്ലാരിറ്റി പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ എന്താണ് PDF എടുത്ത് വായിച്ച് നോക്കണം. ഞാൻ ഓവറോൾ ഇതിൻ്റെ ഇതാണ് പറയുന്നത്, വേർഡ് ബൈ വേർഡ് അല്ല, പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ മീനിങ്സും കാര്യങ്ങളൊക്കെ എന്താണ് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണ്. സോ ഫാദർ അഡ്വൈസ്ഡ് ജെറിമി ടു പ്രിപ്പയറിങ് ഫോർ ദ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആവാൻ അഡ്വൈസ് കൊടുക്കുകയാണ്. സോ His father came back and crouched beside him, boots dripping, hands blue with cold. Better load up. Sometimes they are on top of you before you know it. He watched Jeremy break his gun, insert the shells, close it again. I will let you shoot first, he said. He loaded his own gun with a metallic snap. You know, he said happily, I have been waiting a long time for this day, just the two of us. So, first of all, എന്താണ് beginning of the story, I said that Jeremy and father is very closed. Jeremy, the hero or the എന്താ നമുക്കൊരു റോൾ മോഡൽ, ജെറിമീസ് റോൾ മോഡൽ ഈസ് ഹിസ് ഫാദർ. എന്താണ് അവൻ്റെ റോൾ മോഡൽ എന്നുള്ളത് അവൻ്റെ അച്ഛനാണ്. അത്രത്തോളം ഹി വാസ് വെരി മെൻ്റലി അറ്റാച്ച്ഡ് ടു ബോത്ത് ഓഫ് ദം. വളരെ എന്താണ് അറ്റാച്ച്ഡ് ആണ് അവർ രണ്ടുപേരും, വളരെ എന്താണ് പേഴ്സണലി വളരെ എന്താണ് അറ്റാച്ച്ഡ് ആണ് ജെറിമി ആൻഡ് ഹിസ് ഫാദർ. സോ അത് ഇത് ഈ പാരഗ്രാഫ്സിലൂടെ നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. കാരണം എന്താണ്, ഹിസ് ഫാദർ കെയിം ബാക്ക് ക്രൗച്ച്ഡ് ബിസൈഡ് ഹിം, മീൻസ് എന്താണ് അവൻ്റെ അരികിൽ നിൽക്കുകയാണ്. ബൂട്ട്സ് ഡ്രിപ്പിംഗ് മീൻസ് എന്താണ്, ബൂട്ട്സ് മീൻസ് എന്താണ് ചെരുപ്പൊക്കെ, മീൻസ് എന്താണ് വളരെ നീറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഹാൻഡ്സ് ബ്ലൂ വിത്ത് കോൾഡ് ആൻഡ് ദ അറ്റ്മോസ്ഫിയർ ഓൾസോ ഓൾറെഡി സെഡ് ദാറ്റ് ഇറ്റ് വാസ് വെരി കോൾഡ് അറ്റ്മോസ്ഫിയർ. ബെറ്റർ ലോഡ് അപ്പ്. സംടൈംസ് ദേ ആർ ഓൺ ടോപ്പ് ഓഫ് യു ബിഫോർ യു നോ ഇറ്റ്. അവിടെ സംടൈംസ് ദേ ആർ എന്ന് പറയുന്നത് എന്താണ്, വേട്ടയ്ക്ക് ഉള്ള ജീവികളെയാണ് പറയുന്നത്, വേട്ടയാടപ്പെടുന്ന മൃഗങ്ങളെയാണ് പറയുന്നത്, ഹണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൃഗങ്ങൾ. സോ സംടൈംസ് ദേ ആർ ഓൺ ടോപ്പ് ഓഫ് യു ബിഫോർ യു നോ ഇറ്റ്. He watched Jeremy break his gun, insert the shell, close it again. Then എന്താണ് വീണ്ടും എന്താണ് ഗൺ കൃത്യമായിട്ട് അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പറയാണ്. I will let you shoot first. എന്താണ് ഫസ്റ്റ് ഷൂട്ടിൽ തന്നെ എന്താണ് അതിനെ എന്താണ് മീൻസ് എന്താണ് അതിനെ കൊന്നിടണം എന്നാണ് പറയുന്നത്. He loaded his own gun with a metallic snap. മീൻസ് എന്താണ് മെറ്റലിക് സ്നാപ്പ് മീൻസ് ആ ഒരു ഗണ്ണിൻ്റെ കാര്യങ്ങൾ, ആ ഒരു ട്രിഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത്. You know, he said happily. Then he said happily, he said that, father said that, Jeremy's father said that, I have been waiting a long time for this day. So the father is waiting for the day a long time because എന്താണ് just the two of us, because father's hopeness or father's ambition is Jeremy becoming a good hunter. ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഫാദർ എന്താണ് ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം വന്നെത്തിയത് ജെറിമിയുടെ ഫാദറാണ്. ഹി വാസ് വെരി ഹാപ്പി ഫോർ ദാറ്റ്. The next, he broke off, leaning forward, eyes narrowed. There is small flight now headed this way. Keep your head down, I will give you the word. Behind them the sun had cleared the horizon, flooding the marshes with tawny light. Jeremy could see everything with an almost unbearable clarity. His father's face, tense and eager, the faint white frost on the gun barrels. His heart was thudding wildly. No, he prayed, don't let them come. Make them stay away, please. But they kept coming, for blacks, his father said, one malad. നെക്സ്റ്റ് എന്താണ് ആ ഒരു 3 ഭാഗം കൊടുത്തത്, ആ ഒരു 3 ചെറിയ ചെറിയ പാരഗ്രാഫായി കൊടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ അവിടെയും നമുക്ക് എന്താണ് ജെറിമിയുടെ എന്താണ് പേഴ്സണലി ജെറിമി വാസ് ലവ്ഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ആൻഡ് he prays become the freedom of
എനിമൽസ് എന്താണ് ഓൾവേസ് പ്രേ ചെയ്യുന്നുണ്ട് ഈ എനിമൽസിൻ്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട്. അതൊക്കെയാണ് നെക്സ്റ്റ് പറയുന്നത്. എന്താണ് ഹി ബ്രോക്ക് ഓഫ് ലീനിങ് ഫോർവേഡ് ഐസ് നാരോഡ്, എന്താണ് വളരെ ഐസ് നാരോ ചെയ്തിട്ട്, കാരണം നമ്മുടെ കണ്ണ് കോൺസെൻട്രേഷനാണ് ഒരു എന്താണ് വേട്ടക്കാരൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് എ ഹണ്ടർ ഇസ് കോൺസെൻട്രേഷൻ, പേഷ്യൻസ്, ഇതൊക്കെയാണല്ലേ ക്ഷമയും ശ്രദ്ധയും. വളരെ ശ്രദ്ധയുണ്ടെങ്കിലേ നമുക്കൊരു നല്ല ഹണ്ടർ ആവാൻ പറ്റുള്ളൂ. എന്താണ് വേട്ടയാടപ്പെടുന്ന വേട്ട ചെയ്യപ്പെടുന്നതിനെ എന്താണ് വളരെ കെയർഫുള്ളായിട്ട് നോക്കി അതിനെ വീക്ഷിച്ച് വളരെ കോൺസെൻട്രേഷൻ മനസ്സിലുണ്ടെങ്കിലേ നമ്മൾ മനസ്സിൽ വേറെ ഒന്നും ചിന്തിക്കാൻ പാടില്ല. പിന്നെ അതിനുള്ള പേഷ്യൻസ്, വളരെ ക്ഷമയും വേണം ഒരു നല്ല ഹണ്ടർക്ക്. ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ദെൻ എന്താണ് ജെറിമിയുടെ മനസ്സിലേക്കാണ് വരുന്നത്. എന്താ പറയുന്നത്, ബിഹൈൻഡ് ദം ദ ഗൺ ഹാഡ് ക്ലിയർഡ് ദ ഹൊറൈസൺ. എന്താണ് ഹൊറൈസൺ മീൻസ് ചക്രവാളം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലഡിങ് ദ മാർഷസ് വിത്ത് ടൗണി ലൈറ്റ്, ജെറിമി കുഡ് സീ എവറിത്തിങ് വിത്ത് ആൻ ഓൾമോസ്റ്റ് അൺബിയറബിൾ ക്ലാരിറ്റി. ദെൻ എന്താണ് അത് ആ ഒരു എന്താണ് ജെറിമി ഇപ്പോൾ എന്താണ് ട്രിഗർ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താണ് അവിടെ ഗൺ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അവൻ. എന്താണ് ഇപ്പം എന്താണ് ഒരു തീർച്ചയായിട്ടും ഒരു വേട്ടയാടപ്പെടുന്നൊരു ജീവി അല്ലെ അതിൻ്റെ മുന്നിലേക്ക് എന്താണ് എത്തും. അപ്പോൾ തീർച്ചയായിട്ടും അവന് ട്രിഗർ ചെയ്യേണ്ടി വരും. മീൻസ് എന്തായാലും എന്താണ് മീൻസ് ഹണ്ടിങ് വരേണ്ടി വരും. അപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു അറ്റ് എ ടൈം ഹി പ്രേഡ്. എന്താണ് അവൻ പ്രാർത്ഥിക്കുന്നത്, ഹിസ് ഫാദേഴ്സ് ഫേസ് flooding the marshes, and Jeremy could see everything with an utmost unbearable clarity. മീൻസ് എന്താണ് അവൻ്റെ കണ്ണുകളിൽ എന്താണ് അൺക്ലിയർ ആണ്. മീൻസ് എന്താണ് അത്രത്തോളം ക്ലാരിറ്റി കുറഞ്ഞു വരികയാണ്. ബിക്കോസ് എന്താണ് അവൻ്റെ കണ്ണുകളിൽ വെള്ളം, മീൻസ് എന്താണ് കണ്ണിൽ നമുക്ക് കണ്ണുനീര് ഉണ്ടാകുമ്പോഴാണ് എന്താണ് വേഗമായിട്ടുള്ള ചിത്രങ്ങൾ വരുള്ളൂ. കാരണം നമുക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിലുള്ളത് എന്താണ് മുന്നിൽ നിൽക്കുന്നത് ഒരു വെയ്ക്ക്നെസ് ആണ്. നോട്ട് ക്ലിയർ, മീൻസ് എന്താണ് നോട്ട് ക്ലിയർ എന്നാണ്. സോ അങ്ങനെയുള്ള അവസ്ഥ മീൻസ് എന്താണ് ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ഹണ്ടിങ്. അതാണ് നമുക്കവിടെ മനസ്സിലാകുന്നത്. അവനൊരിക്കലും എന്താണ് ഹണ്ടിങ്ങിന് ഇൻട്രസ്റ്റ് ഇല്ല. ആൻഡ് ഹി വാസ് വെരി ഹി വാസ് ഇൻ ടെൻഷൻ ആൻഡ് ബട്ട് ഹി ഓൾവേസ് റിമെമ്പറിങ് ഹിസ് ഫാദേഴ്സ് ഫേസ്. എന്താണ് അച്ഛൻ്റെ മുഖം അവൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ബിക്കോസ് എന്താണ് ഹി ലവ്ഡ് ഹിസ് മദർ ലോട്ട് ഓഫ്. അവൻ്റെ അച്ഛനെ അവൻ അത്രത്തോളം എന്താണ് ഇഷ്ടപ്പെടുന്നു. റെസ്പെക്റ്റഡ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് ഫാദർ ഈസ് എ റോൾ മോഡൽ ഫോർ ഹിം. സോ ദ ഫെയിൻ വൈറ്റ് ഫ്രോസ്റ്റ് ഓൺ ദ ഗൺ ബാരൽസ്, ഹിസ് ഹാർട്ട് വാസ് തട്ടിങ് വൈൽഡ്ലി. അപ്പോഴാണ് അവനിങ്ങനെ അവൻ്റെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യാണ്. നോ ഹി പ്രേഡ്. അവനൊരിക്കലും ഇതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഡോണ്ട് ലെറ്റ് ദം കം. ഒരു പക്ഷി പോലും ഡോണ്ട് ലെറ്റ് ദം കം. നോ വൺ ക്യാൻ കം ഹിയർ. ആരും തന്നെ വരരുത്. മേക്ക് ദം സ്റ്റേ അവേ. സ്റ്റേ അവേ ഫ്രം ദിസ് പ്ലേസ്. അവരെങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടട്ടെ പ്ലീസ് എന്നവൻ സ്വയം മനസ്സിൽ അവൻ പറയുകയാണ്. സോ ബട്ട് ദേ കെപ്റ്റ് കമ്മിങ് ഫോർ ബ്ലാക്സ്. അങ്ങനെ വരികയാണ് ഫോർ ബ്ലാക്സ്, 4 ബ്ലാക്ക് കളേർഡിലുള്ള മലാഡ് എന്നുള്ള ബ്ലാക്ക് കളേർഡ് ബേർഡ്സാണുള്ളത്. ഹിസ് ഫാദർ സെഡ് 1 മലാഡ്. വൺ ഓഫ് ദം ഈസ് മലാഡ്. അതിൽ തന്നെ ഒരു ബേർഡ് എന്നുള്ളത് വൺ ഓഫ് ദം മീൻസ് അതിലൊന്ന്, 4 1 എന്നുള്ളത് മലാഡാണ്. മലാഡ് മീൻസ് എ കോമൺ വൈൽഡ് ഡക്കാണ്. സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു വൈൽഡ് കാടുകളിൽ കണ്ടുവരുന്ന ഒരു ഡക്കാണ്. മീൻസ് ഡക്ക് നമ്മൾ താറാവ് തന്നെയാണ്. മീൻസ് പക്ഷേ അത് പറക്കാൻ മീൻസ് നമ്മൾ താറാവ് അധികം ദൂരങ്ങളിലേക്ക് പറക്കില്ല. പക്ഷേ ഇത് ഈ മലാഡ് എന്നുള്ള ബേർഡിൽ പെടുന്ന ഡക്കിൽ പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ഡക്കാണ്. പറക്കും, വളരെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഒരു ബേർഡാണ്. അപ്പോൾ മലാഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലാഡിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് കിട്ടും. ഒന്ന് ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കുക. Then high above, Jeremy heard the pulsing whistle. Wings of the flight went over, swung wide, began to circle. Get set, his father whispered. In they came, gliding down the sunlit aisles of space. Heads raised alertly, wings set in proud curve. The mallard was leading. Light flashed from the iridescent feathers around the neck and glinted on his ruddy breast.
Down dropped his bright orange feet, reaching for the steel-colored water. Closer, closer, now cried Jeremy's father is an explosive roar. He was on his feet, gun ready. Take him. Jeremy felt his body obey. He stood up, leaned into the gun the way his father had taught him. He felt the stock call against his cheek, saw the chin muscles rise. Under the finger the trigger curved, smooth and final, all deadly. In the same instant, the duck saw the gunners and flared wildly. Up went the mallard as it jerked by an invisible string. For the second, he hung there, poised against the wind and sun, balanced between life and death. Shoot, said something sharply in Jeremy's brain, and he waited for the slam of the explosion, but it didn't come. Up went the mallard higher still, until suddenly he dipped a wing, caught the full force of the wind, and whirled away out of range. There was no sound except the faint rustles of the gases. Jeremy stood here, gripping his gun. Well, his father said at last. What happened? The boy did not answer. His lips were trembling. His father asked in the same controlled voice, why didn't you shoot? Jeremy tumbled back and safety catch. He stood the can carefully in the corner of the blind because they were so alive, he said and burst into tears. ഓക്കെ അതുവരെ നോക്കുക. സോ എന്താണ് ഫാദർ എന്താണ് അഡ്വൈസൊക്കെ കൊടുത്തു കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സോ എന്താണ് മെലാഡ് അവിടെ എത്തിയിട്ടുണ്ട്. മെലാഡ് എന്നുള്ള വൈൽഡ് ഡക്കാണ്. മെലാഡ് ഈസ് എ ടൈപ്പ് ഓഫ് വൈൽഡ് ഡക്ക്. സോ ഫാദർ അഡ്വൈസ്ഡ് ഹിം ടു ഷൂട്ട് ഇറ്റ്. എന്താണ് ഇനി മെലാഡിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇറ്റ്സ് എ കാറ്റഗറി ഓഫ് ബേർഡ്, ഇറ്റ്സ് ഇൻ ദ കാറ്റഗറി ഓഫ് വൈൽഡ് ഡക്ക്. ദെൻ ഹൈ അബോ ജെറിമി ഹെഡ് ദ പൾസിങ് വിസിൽ മീൻസ് എന്താണ് അവനോട് പിന്നെ എന്താണ് അഡ്വൈസ് ചെയ്യണം. അവൻ്റെ പൾസിങ് വിസിൽ എന്ന് വെച്ചാൽ ഹാർട്ട് ബീറ്റിനൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത് അവിടെ. ഇൻ ദേ കെയിം ഗ്ലൈഡിങ് ഡൗൺ ദ സൺലൈറ്റ് എസ് എസ് ഫേസ് ഹെഡ്സ് റേസ്ഡ് അലേർട്ട്ലി വിങ് സെറ്റ് ഇൻ പ്രൗഡ് കർവ് മീൻസ് എന്താണ് മെലാഡ് അത്രത്തോളം മനോഹരമായിട്ട് ബിക്കോസ് എന്താണ് മെലാഡ് ഈസ് ബിക്കമിങ് വെരി പ്രൗഡ്ലി ടു ബിക്കം ഹൈലി എന്താണ് അവർ കുറച്ചുകൂടെ മെലാഡ് അതിൻ്റേതായ ഉയരങ്ങളിലേക്ക് അത് പറക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിക്കുകയാണ്. ബിക്കോസ് എന്താണ് അതിൻ്റെ മെലാഡ് എന്ന് വെച്ചാൽ വളരെ ഞാൻ പറഞ്ഞു മുന്നേ എന്താണ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ബേർഡ് ആൻഡ് ലീഡിങ് ആൻഡ് ലൈറ്റ് ഫ്ലാഷ്ഡ് ഫ്രം ദ ഇറിഡിസെൻറ്റ് ഫെദേഴ്സ്. ഇറിഡിസെൻറ്റ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഷോയിങ് മെനി ബ്രൈറ്റ് കളേഴ്സ് ദാറ്റ് സീൻ ടു ചേഞ്ച് ഡിഫറെൻറ്റ് ലൈറ്റ്സ് മീൻസ് എന്താണ് ഒരുപാട് വ്യത്യസ്തമായ കളറുകൾ കൊണ്ട് വർണ്ണശബളമായ ചിറകുകളാണ്. മിക്സ്ഡ് വിത്ത് ലോട്ട് ഓഫ് കളർ. ഹിസ് വിങ്സ് ആർ മിക്സ്ഡ് വിത്ത് ലോട്ട് ഓഫ് കളർ ആൻഡ് മെലാഡ് ഈസ് ഫ്ലൈയിങ് വെരി ഹൈലി. അത്രത്തോളം ഉയരങ്ങളിലേക്ക് പറക്കുന്നത് ബിക്കോസ് എന്താണ് മെലാഡ് ഈസ് സോ പ്രൗഡ്ലി ടു എന്താണ് ഫ്ലൈയിങ് ഹൈലി വളരെ പ്രൗഡാണ് എന്താണ് ഉയരങ്ങളിലേക്ക് പറക്കുന്നതിൽ. അത്രയും എന്താണ് ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേർഡാണെന്ന് നമുക്കതിൽ തന്നെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ അതിൻ്റെ എന്താണ് ഇറിഡിസെൻറ്റ് ഫെദേഴ്സ് കളേർഡ് വിത്ത് മിക്സ്ഡ് കളേഴ്സ് ഫെദർ അറൗണ്ട് ഹിസ് നെക്ക് ആൻഡ് ഗ്ലിൻറ്റഡ് ഓൺ ഹിസ് റെഡി ബ്രസ്റ്റ് ഡൗൺ ഡ്രോപ്പ്ഡ്. ആ റെഡി മീൻസ് എന്താണ് അവിടെ റെഡി ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ മെലാഡീസ് ഇൻ ദ കാറ്റഗറി ഓഫ് ഫീമെയിൽ ഡക്ക് ഓർ എന്താണ് ഇറ്റ്സ് നോട്ട് മെയിൽ ഓർ ഫീമെയിൽ എന്ന് നമുക്കവിടെ എന്താണ് ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്. ദെൻ എന്താണ് ഡൗൺ ഡ്രോപ്പ്ഡ് ഹിസ് ബ്രൈറ്റ് ഓറഞ്ച് ഫീറ്റ് മീൻസ് അതിൻ്റെ കാലുകൾ വളരെ ഓറഞ്ച് നിറത്തിലുള്ള കാലുകളാണ്. റീച്ചിങ് ഫോർ ദ സ്റ്റീൽ കളേർഡ് വാട്ടർ ക്ലോസർ മീൻസ് എന്താണ് അത് ആ ഒരു തടാകത്തിലേക്ക് അവർ നിൽക്കുന്ന ഐലൻഡിലേക്ക് വന്നിറങ്ങാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഫ്ലൈയിങ് എന്നുള്ളത്. ദെൻ നൗ ക്രൈഡ് ജെറിമീസ് ഫാദർ ഇൻ എ എക്സ്പ്ലോസീവ് റോ. ദെൻ ജെറിമീസ് ഫാദർ റോഡ് മീൻസ് റോ അലറുകയെന്ന എക്സ്പ്ലോസീവ് റോ എന്ന് വെച്ചാൽ അത്രയും എന്താണ് സ്ട്രോങ് ആയിട്ട് അലറുകയാണ്. he was on his feet, gun ready മീൻസ് നിൻ്റെ കാൽച്ചുവടിലെത്തിയത് ഗൺ റെഡി. ടേക്ക് ഹിം അതിനെ എന്താണ് ടേക്ക് ഹിം അതിനെ ക്യാച്ച് ചെയ്യൂ. ജെറിമി ഫെൽറ്റ് ഹിസ് ബോഡി ഒബേ ബട്ട് ജെറിമീസ് ബോഡി ഡസൻറ്റ് ഒബേ ദാറ്റ്. എന്താണ് ജെറിമിയുടെ ശരീരം അതിനെ ഒബേ ചെയ്യാൻ പറ്റുന്നില്ല. ഹി സ്റ്റുഡ് അപ്പ് ലീൻഡ് ഇൻ ടു ഗൺ ബേ ഹിസ് ഫാദർ ഹാഡ് ടോട്ട് ഹിം. ഹി ഫെൽറ്റ് ദ സ്റ്റോക്ക് കോൾ അഗെയിൻസ്റ്റ് ദ ചീക്ക്. എന്താണ് അവൻ ഫാദർ പഠിപ്പിച്ചതുപോലെ ഫാദർ സ്റ്റഡിങ് ഫോർ ഹൗ ടു സ്റ്റാൻഡ് ആൻഡ് ഹൗ ടു ട്രിഗർ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെ എന്താണ് ട്രിഗ് ചെയ്യാം എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് ആ രീതിയിൽ നിൽക്കുകയാണ്. ഫിംഗർ ആൻഡ് അണ്ടർ ഹിസ് ഫിംഗർ ദ ട്രിഗർ കേർവ്ഡ് സ്മൂത്ത് ആൻഡ് ഫൈനൽ
ഫൈനൽ ആൻഡ് ഡെഡ്ലി ഇൻ എന്താണ് പിന്നെ ആ ട്രിഗർ എന്താണ് നമുക്ക് മീൻസ് എന്താണ് കൈവിരലുകൾ എന്താണ് ട്രിഗ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ഇൻ ദ സെയിം ഇൻസ്റ്റൻറ്റ് ദ ഡക്ക് സോ ദ ഗണ്ണേഴ്സ് ആൻഡ് ഫ്ലെയർഡ് വൈൽഡ്ലി. സോ അവിടെ മെൻഷൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജെറമീസ് പ്രേ ഓൾറെഡി എന്താണ് ഗോഡ് ക്യാച്ച് ഇറ്റ്, ഗോഡ് എന്താണ് ദൈവം അത് കേട്ടിട്ടുണ്ട്. സോ എന്താണ് ഈ പക്ഷികൾ എന്താണ് ഈ മെലാഡ് എന്താണ് ഡക്ക് സോ ദ ഗണ്ണറിനെ കാണുകയും എന്താണ് അത് ഉയരങ്ങളിലേക്ക് വീണ്ടും അവിടെ നിന്ന് താഴോട്ട് വരുന്ന ആ എന്താണ് മലാഡ് അത് ഉയരങ്ങളിലേക്ക് വീണ്ടും പറന്നു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ഗണ്ണേഴ്സ് ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം. അവൻ ദ മലാഡ് ആസ് ഇറ്റ് ജേർക്ക്ഡ് ബൈ എൻ ഇൻവിസിബിൾ സ്ട്രിങ് ഫോർ എ സെക്കൻഡ് ഹി ഹങ് ദ പോയിസ്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സൺ ബാലൻസ്ഡ് ബിറ്റ്വീൻ ദ ഡെത്ത്. മീൻസ് എന്താണ് ആ ഒരു ടൈമിൽ ആ മലാഡിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ബാലൻസ്ഡ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത് എന്ന് പറയുന്നത്. അത് എന്താണ് ആ ഒരു ലൈഫ് ഡെത്ത് എന്നുള്ള ഒരു സ്റ്റേജിൽ എന്താണ് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നൊരവസ്ഥയായിരുന്നു മെലാഡ്. കാരണം ജീവിതമാണോ മരണമാണോ, ഉയരങ്ങളിലേക്ക് പറക്കുമ്പോഴും ഇപ്പം എന്നെ എന്താണ് വേട്ടയാടപ്പെടുന്നൊരു മൃഗത്തിൻ്റെ മാനസികാവസ്ഥ. നമ്മൾ തന്നെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ ഒരാൾ പിന്നിൽ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ അവസ്ഥ എന്താണ്, ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരിക്കും. ഇതിപ്പോൾ കൊള്ളുമോ? അപ്പോൾ ആ ഒരു അവസ്ഥയാണ് മെലാഡിൻ്റെ. ആ ഒരു അവസ്ഥ തന്നിലേക്ക് ചിന്തിക്കുക എന്നുള്ളത് ജെറമി സോ എമ്പതറ്റിക് പേഴ്സൺ, വളരെ എമ്പതറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, നമുക്കതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ദെൻ അങ്ങനെ എന്താണ് ആ ഒരു അവസരം നഷ്ടമാവുകയും ഡിഡിൻ കെയിം ബാക്ക് ആൻഡ് അപ്പ് വെൻറ്റ് മെലാഡ് ഹയർ സ്റ്റിൽ. മെലാഡ് ഉയരങ്ങളിലേക്ക് പറന്നുപോയി. ഹി കനോട്ട് വാച്ച് എനി അഗെയിൻ എന്താണ് അതിനെ വീണ്ടും കാണാൻ കഴിയുന്നില്ല. അണ്ടിൽ സഡൻലി എ ടിപ്ഡ് എ വിങ് കോട്ട് ദ ഫുൾ ഫോഴ്സ് ഓഫ് ദ വിൻഡ് ആൻഡ് വേൾഡ് അവേ ഔട്ട് ഓഫ് റേഞ്ച്. എന്താണ് ഔട്ട് ഓഫ് റേഞ്ച് മീൻസ് എന്താണ് ഹി കനോട്ട് അല്ലെ എന്താണ് ദേ കനോട്ട് സീ ദ ബേർഡ് duck. There was a sound except the faint rustles of the grasses. ജെറമി stood here gripping his gun. അവൻ അവിടെ ഇരുന്ന് എന്താണ് ഹി വാസ് വെരി വളരെ എന്താണ് മൂകനായിട്ട് എന്താണ് മനസ്സിലാകെ എന്താണ് ടെൻഷനായിട്ടാണ് നിൽക്കുന്നത്. ബിക്കോസ് എന്താണ് ഹി നോ ദാറ്റ് ഫാദർ ഓൾറെഡി സെഡ് ദാറ്റ് ദിസ് ഡേ വാസ് വെരി ഐ ആം ഓൾറെഡി എന്താണ് ഹാവിങ് ടു ബിക്കം ദിസ് ഡേ. വളരെ ആഗ്രഹത്തോടു കൂടെ ഹി വാസ് വെരി ഹാപ്പി ഫോർ ദാറ്റ് ബിക്കോസ് ഹി വിൽ വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. അദ്ദേഹം ഒരുപാട് നാളത്തേക്ക് കാത്തിരുന്നൊരു ദിവസമായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. സോ എന്താണ് ജെറമി ഓൾവേസ് ടെൻഷൻ ആൻഡ് ഹി വാസ് കംപ്ലീറ്റ്ലി എന്താണ് വളരെ മൂഡ് ഓഫ് ആയിട്ട് നിൽക്കുകയാണ്. വെൽ ഹിസ് ഫാദർ സെഡ് അറ്റ് ലാസ്റ്റ് വാട്ട് ഹാപ്പൺ. വളരെ ശാന്തനായിട്ടാണ് പക്ഷേ അച്ഛൻ ചോദിക്കുന്നത് വാട്ട് ഹാപ്പൺ ജെറമി. The boy did not answer, but Jeremy didn't get any answer. His lips were trembling. അവൻ്റെ എന്താണ് ചുണ്ടുകൾ എന്താണ് ട്രംബ്ലിങ് മീൻസ് സംസാരിക്കാൻ പറ്റുന്നില്ല, ഇടറിപ്പോവുകയാണ്. ആൻഡ് ട്രംബ്ലിങ്. ഹിസ് ഫാദർ ആസ്ക്ഡ് ഇൻ ദ സെയിം കൺട്രോൾഡ് വോയിസ്. എന്നിട്ടും എന്താണ് ഒരു ദേഷ്യത്തോടെ അല്ലാതെ കൺട്രോൾഡ് വോയിസ് ഫാദർ അഗെയിൻ ആസ്ക്ഡ് വൈ ഡിഡിൻറ്റ് യു ഷൂട്ട്. എന്തുകൊണ്ടാണ് ജെറമി ഷൂട്ട് ചെയ്യാത്തത്? വൈ ഡിഡിൻറ്റ് യു ഷൂട്ട്. ജെറമി tumbled back and safety catch. He stood the gun carefully in the corner of the blind. Because they were no alive, he said and burst into tears. ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല, എനിക്കത് സാധിക്കുന്നില്ല, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ കരയുകയാണ്. burst into tears means എന്താണ് he was crying loudly. So next, he sat on the rough bench, face buried in his hands, and wept. All hope of pleasing his father was gone. He had had his chance and he had failed. For a long moment his father was silent. Then Jeremy felt him drop down beside him. Here comes a single, let's try again. Then Jeremy said that, face buried in his hands and wept. All hope of pleasing his father was gone. Now Jeremy is a condition of അൺപ്ലസൻറ്റ് മോഡ്. ജെറമി എന്നുള്ളൊരു മോൻ 14-year-old ബോയ് ഇൻ ദ കണ്ടീഷൻ ഓഫ് അൺപ്ലസൻറ്റ് മോഡ്. ഹി ഹാഡ് ഹിസ് ചാൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് all hope of pleasing his father was gone. Now Jeremy think that his father had a desire to Jeremy become a good hunter. ഫാദറിനുള്ള ഡിസയർ എന്നുള്ളത് ജെറമി become a good hunter. So it was gone. എന്താണ് അത് നഷ്ടമായി. So he was in a unpleasant mood. He was very unhappy. അവൻ എന്താണ് വളരെ അൺഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. he had his chance and he had failed. അവിടെ ഹാഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്താണ് റെയർ കേസിലാണ് ഹാഡ് വരിക.
ഹാഡ് എന്ന് പറയുന്നത് എൻ്റെ മീനിങ് വരുന്നത് നമുക്ക് ഹാഡ് യൂസ് ചെയ്യാൻ അങ്ങനെ ഒരുപാട് അവസരങ്ങളൊന്നും വരാറില്ല. ഐ ഹാഡ് എന്ന് പറയാം, ഈ ഹാഡ് എന്ന് പറയാം. ഇപ്പോൾ ഹാഡ് എന്ന് ഇതിൻ്റെ യൂസേജ് എന്താ വെച്ചാൽ നമുക്ക് ഈ ഹാഡ് എന്താണ് അവിടെ ആദ്യത്തെ ഹാഡ് എന്നുള്ളത് അവൻ്റെ ആഗ്രഹത്തിന് എന്താണ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാഡാണ് വരുന്നത്. ഈ ഹാഡ് ഹിസ് ചാൻസ് അവന് കിട്ടിയൊരു മീൻസ് എന്താണ് ഒരു നല്ലൊരു അവസരമായിരുന്നു, ഒരുപാട് കാലങ്ങൾക്ക് കാത്തിരുന്ന് കിട്ടിയൊരവസരം. അതാണ് ഈ ഹാഡ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ ഹാഡ് ഹിസ് ചാൻസ് എന്താണ് ഹി ഹാഡ് ഓൾവേസ് വിഷിങ് ഫോർ ദിസ് ചാൻസ്. ഓൾവേസ് മീൻസ് എന്താണ് അവന് ഒരുപാട് കാലം എന്താണ് അവസരം കാത്തിരുന്ന ഒരു ചാൻസ് ആയിരുന്നു ഇത്. അവൻ്റെ ഫാദർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് ഫെയിൽഡ്. ഫോർ എ ലോങ് മൊമെൻറ്റ് ഹിസ് ഫാദർ വാസ് സൈലൻറ്റ്. സോ എന്താണ് ലോങ് മൊമെൻറ്റ് ഓർ എന്താണ് കുറച്ച് നേരങ്ങളിലേക്ക് ഫാദർ വാസ് സൈലൻറ്റ്. ദെൻ ജെറമി ഫെൽറ്റ് ഇൻ ടു ഡ്രോപ്പ് ഡൗൺ ബിസൈഡ് ഹിം. ജെറമി സിറ്റിംഗ് ഇൻസൈഡ് with his father, and here comes a single, let's try again. Then father said that let's try again. നമുക്ക് വീണ്ടും ഒരു അവസരം നോക്കാമെന്ന് പറയുകയാണ്. ലെറ്റ്സ് ട്രൈ അഗെയിൻ. ജെറമി ഡിഡ് നോട്ട് ആൻസർ ഹിസ് ഹാൻഡ്സ്. ഇറ്റ്സ് നോ യൂസ് ഡാഡ്, ഐ കാൺട്ട്. ദെൻ ജെറമി സെഡ് ദാറ്റ് ഡാഡ് ഐ ഡോണ്ട് ഹാവ് എനി ചാൻസ്, ഐ ഡോണ്ട് യൂസ് ദ ചാൻസ്. എനിക്ക് എന്താണ് ഇനിയൊരു ചാൻസ് എനിക്ക് യൂസ് ചെയ്യാനാവുമെന്ന് തോന്നുന്നില്ല. ഐ ഡോണ്ട് ഹാവ്, എനിക്കത് പറ്റില്ല. Hurry, his father said roughly. You will miss him here? So then roughly means എന്താണ് കുറച്ചൊരു ഗൗരവത്തോടു കൂടെ. His father said that you will miss him. അവനെ നീ മിസ് ചെയ്ത മീൻസ് എന്താണ് ആ ഡക്കിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹിം എന്നുള്ള ഡക്കിനെയാണ് ഉദ്ദേശിക്കുന്നത്. മീൻസ് എന്താണ് ആ പക്ഷികളെ നീ വെറുതെ വിട്ടതാണോ എന്ന് ചോദിക്കുകയാണ്. Cold metal touched Jeremy. He took it up, unbelieving. His father was handling the camera to him quick. He said softly, he won't hang around all day. Insert a big pintail track driving low across the water, skidding right into the decoys. Jeremy's father clapped his hands. A sound like pistol shot. The splendid bird soared, feet retracted, head raised, wing flailing, white breast gleaming. Then he was gone. Jeremy lowered the camera. I got him. His face was radiant. Did you? His father's hand touched the boy's shoulder briefly. That's good. He took at his son. The Jeremy saw that here was no disappointment in his eyes, only pride and sympathy and love. It's okay, son. I will always love shooting, but that doesn't mean you have to. Sometimes it takes as much courage not to do a thing as to do it. He paused. Think you could teach me how to work that camera? ദെൻ എന്താണ് ലാസ്റ്റ് എൻഡിലേക്ക് വരുമ്പോൾ വളരെ മീൻസ് എന്താണ് വളരെ മെസ്സേജിലൂടെയാണ് സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ജെറമി പറഞ്ഞു എന്താണ് ഐ ഡോണ്ട് ഹാവ് എനി ചാൻസ് ബിക്കോസ് ഐ കാൺട്ട് ഡു ഇറ്റ്. എനിക്കൊരിക്കലും ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ് അത് നീ എന്താണ് സ്വാഭാവികമായിട്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്? യെസ്. എന്താണ് ഞാനത് മനഃപൂർവ്വം എനിക്ക് പറ്റില്ല. ബിക്കോസ് എന്താണ് ഐ ലവ്ഡ് ഫോട്ടോഗ്രാഫി. എനിക്ക് ആ ഒരു ഫോട്ടോഗ്രാഫിയോടാണ് പ്രണയം അല്ലേ, ആ ഒരു ഫോട്ടോഗ്രാഫിയാണ് എൻ്റെ ഇഷ്ടമെന്ന് അപ്പോൾ ഫാദറിന് മനസ്സിലാക്കിയാണ്. അതിൻ്റെ മനോഹരമായ ഫോട്ടോ എടുക്കാനാണ് എനിക്കിഷ്ടം, അതിനെ നശിപ്പിക്കാനല്ല. ഐ ക്ലിക്ക്ഡ് ദ ഫോട്ടോ ഓഫ് ദ മെലാഡ് ആൻഡ് ഡോണ്ട് ഹണ്ടിങ് ഇറ്റ്. എന്താണ് അതിനെ ഹണ്ട് ചെയ്യാനല്ല, അതിനെ ക്യാച്ച്, അതിൻ്റെ ക്ലിക്കിങ്, അതിൻ്റെ ഫോട്ടോസ്, ബ്യൂട്ടിഫുൾ ഫോട്ടോസ് എന്താണ് വളരെ നമുക്ക് എന്താണ് ടച്ചിങ് ആയിട്ടുള്ള അല്ലേ, എന്താണ് ഒരു ക്യാമറയിൽ ഒരു പതിയുക എന്ന് വെച്ചാൽ ഒരു ഫോട്ടോഗ്രാഫി ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇറ്റ്സ് വെരി എന്താണ് നമ്മൾ വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾക്കേ നമുക്ക് ആ ക്ലിക്കിന് കിട്ടുള്ളൂ. ആക്ച്വലി എന്താണ് ഈ ഹണ്ടിങ്ങും ഈ ഫോട്ടോഗ്രാഫിയും ഒക്കെ ഏകദേശം എന്താണ് ഒരുപാട് ക്ഷമയും ഒരുപാട് എന്താണ് കെയർഫുള്ളും കോൺസെൻട്രേഷനും ഒക്കെയുള്ള രണ്ട് ജോബ്സാണ്, മീൻസ് രണ്ട് ഇഷ്ടങ്ങളാണ് അത് രണ്ടും. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി ഒരു പക്ഷി പ്രത്യേകിച്ച് ഈ ബേഡ്സ് ഈ ആനിമൽസിൻ്റെ ഒക്കെ ഫോട്ടോഗ്രാഫിയൊക്കെ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഒരു നിമിഷങ്ങളിൽ ക്ലിക്ക് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ കുട്ടിയുടെ ഈ എന്താണ് തെയ്യത്തിൻ്റെ അരികിൽ കുട്ടി മീൻസ് എന്താണ് ഉറങ്ങാൻ കിടക്കുന്ന കാര്യങ്ങളായിട്ടില്ലേ വൈറലായിട്ടുള്ളൊരു വീഡിയോ ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ ഞാൻ എന്തോ വീഡിയോയിലെങ്ങാണ്ട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ എന്താണ് ന്യൂസിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല ഒരു പക്ഷേ എന്താണ് ഗോഡ്സ്
സേക്ക് എന്താണ് ഗോഡിൻ്റെ ആ ഒരു സേക്ക് കൊണ്ടായിരിക്കാം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോട്ടോഗ്രാഫിയിൽ അത് പതിഞ്ഞു. എനിക്ക് അത് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ ഇത്രയേറെ ഞാൻ ഫേമസ് ആയി എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ടുണ്ടായാലും ആ ഒരു പെട്ടെന്നുള്ള നിമിഷത്തെ അയാൾക്ക് കിട്ടിയൊരു ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് നമുക്കൊരു ഫോട്ടോഗ്രാഫറിൻ്റെ കാര്യം. മീൻസ് പെട്ടെന്നുള്ള ക്ലിക്കിംഗ് ആണ്. ആ നിമിഷങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടില്ല. നമുക്ക് ആ ക്ലിക്കിംഗ് ഒരു പക്ഷേ പിന്നെ കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ബേഡ്സിൻ്റെയൊക്കെ പിക്ചർ കിട്ടുക, അല്ലെ അതിൻ്റെ ആ ഒരു വളരെ മനോഹരമായ കുറേ ചിത്രങ്ങളൊക്കെ കിട്ടുക എന്നുള്ളത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു അവസരമാണ്. അതാണ് ഫാദർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി ദെൻ കോൾ ടു മെറ്റൽ ടച്ച് ജെറമി ഹി ടുക്ക്. അപ്പോൾ അതൊക്കെ അവന് ഇഷ്ടമല്ല എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇൻസെപ്റ്റ് എ ബിഗ് പിൻഡേൽ ട്രാക്ക് അക്രോസ് ദ വാട്ടർ സ്കിഡിങ് റൈറ്റ് ഡീകോസ് ജെറമി. പിന്നെ എന്താണ് അച്ഛൻ പറയുകയാണ്, ജെറമി ലോവേർഡ് ദ ക്യാമറ, ഐ ഗോട്ട് ഹിം, ഹിസ് ഫേസ് വാസ് റാഡിയൻ. എനിക്ക് ആ നിനക്ക് ക്യാമറയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഒരിക്കലും നിൻ്റെ ഇഷ്ടങ്ങളോട് സ്റ്റോപ്പ് പറയുന്നൊരു വ്യക്തിയല്ല എന്ന് ഫാദർ പറയാണ്. ബിക്കോസ് ഡിഡ് യു ഹിസ് ഫാദർ ഹാൻഡ് ടച്ച്ഡ് ദ ബോയ്സ് ഷോൾഡർ ബ്രീഫ്ലി. അച്ഛൻ്റെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ വെച്ചിട്ട് വളരെ ഇഷ്ടത്തോടുകൂടെ പറയാണ്, ദാറ്റ്സ് ഗുഡ്. ഹി ലുക്ക്ഡ് അറ്റ് ഹിസ് സൺ. ജെറമി സോ ദാറ്റ് ദർ വാസ് നോ ഡിസപ്പോയിൻമെൻറ്റ് ഇൻ ഹിസ് ഐ. അച്ഛൻ്റെ കണ്ണുകളിൽ നോ ഡിസപ്പോയിൻമെൻറ്റ്. ഹിസ് ഫാദർ വാസ് ലവ്ഡ് ജെറമി ലോട്ട് നൗ. ഇപ്പോൾ കൂടുതൽ ഇഷ്ടം ജെറമിയോട് തോന്നും. ഇതുവരെ ഒരുപാട് ഇഷ്ടമാണ്, അതിലും ഇഷ്ടം തോന്നുകയാണ്. ഹി വാസ് വെരി പ്രൗഡ് ടു ബി എ സൺ ലൈക്ക് ജെറമി. ഇങ്ങനെ ഒരു മകനെ കിട്ടിയതിൽ അച്ഛൻ ഹാപ്പിയാണ്. ബിക്കോസ് ഓൺലി പ്രൈഡ് ആൻഡ് സിമ്പതി ആൻഡ് ലവ്. ഓൺലി ഫാദറിൻ്റെ കണ്ണുകളിൽ കാണുന്ന വികാരം എന്നുള്ളത്, ഫീലിങ്സ് എന്നുള്ളത് പ്രൈഡ്, അഭിമാനം, സിമ്പതി ദയ, ലവ്, ഇഷ്ടം. ഇറ്റ്സ് ഓക്കെ സൺ, ഐ വിൽ ഓൾവേസ് ലവ് ഷൂട്ടിങ്. എനിക്കിഷ്ടം ഫാദർ ലവ്ഡ് ഷൂട്ടിങ്, ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യു ഹാവ് ടു. പക്ഷേ എനിക്കറിയാം എൻ്റെ ഇഷ്ടങ്ങൾ നിന്നിലേക്ക് ഡസൻറ്റ് ലെറ്റ് യു ബിക്കം എ ഷൂട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും പറയില്ല. ഐ ലവ്ഡ് യുവർ ആംബിഷൻ. എനിക്ക് നിൻ്റെ ആംബിഷനും വളരെ പ്രിയപ്പെട്ടതാണ്. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യു ഹാവ് ടു. സംടൈംസ് ഇറ്റ് ടേക്ക് ആസ് മച്ച് കറേജ് നോട്ട് ടു ഡു എ തിങ്സ് ആസ് ടു ഡു ഇറ്റ്. ആ ഒരു കംപ്ലീറ്റ് സ്റ്റോറിയുടെ ഒരു മെസ്സേജാണ് നമുക്കിതിൽ കിട്ടുന്നത്. ഈ ലൈനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്നത്, സംടൈം ഇറ്റ് ടേക്സ് ആസ് മച്ച് കറേജ് നോട്ട് ടു ഡു എ തിങ് ആസ് ടു ഡു ഇറ്റ് എന്ന് പറയുന്നത്, ചില സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മുടെ കറേജിന് മീൻസ് ഷൂട്ട് ചെയ്യാനും ഹണ്ട് ചെയ്യാനും ദാറ്റ് മച്ച് കറേജ്, ഒരുപാട് കറേജ് നമുക്ക് ആവശ്യം വേണം. വൺ പേഴ്സൺ നീഡ് ദാറ്റ് മച്ച് കറേജ് ടു ഷൂട്ട് എ സംതിങ്, ഹണ്ട് സംതിങ്, എന്തിനെങ്കിലും ഷൂട്ട് ചെയ്യാനും ഹണ്ട് ചെയ്യാനും നല്ല കറേജ് വേണം. പക്ഷേ അതിനൊപ്പം തന്നെ കറേജ് വേണം ദർ ഇസ് നോട്ട് ഡു സംതിങ്. നമുക്ക് എന്തെങ്കിലും നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത്, ഇൻ കേസ് നമ്മുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇൻ കേസ് നമ്മുടെ പ്രൊഫഷൻ ആയിക്കോട്ടെ, നമുക്കത് ഒരിക്കലും അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്കപ്പോൾ പറ്റില്ല, നമുക്കവിടെ നിർത്തണമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളവിടെ വിജയിക്കുകയാണ്, നമ്മൾ കറേജബിളാണ്. എല്ലാവർക്കും അങ്ങനെ പറ്റില്ല. പക്ഷേ പാരൻസിൻ്റെ ഫോഴ്സ് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇതിൽ നിന്ന് പിന്മാറാൻ നിൽക്കില്ല. കാരണം അവരുടെ സേക്കായിരിക്കും നമ്മുടെ ഇഷ്ടങ്ങൾ. പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങളല്ല ഇത്, നമുക്കിത് പറ്റില്ല എന്ന് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന അവസരം, അത് നമ്മൾ കറേജബിളായിട്ട് മാറുകയാണ്. ഇഷ്ടമില്ലാത്തത് ഇഷ്ടമില്ലാത്തത് ചെയ്യില്ല എന്നുള്ളതും, ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നതാണ് ആക്ച്വലി ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയാണ് തോറ്റു പോകുന്നത്. ഇഷ്ടമില്ലാത്തത് ചെയ്യാതെ നിൽക്കുമ്പോഴാണ് നമ്മൾ കറേജബിളായിട്ട് മാറുന്നത്. നമ്മുടെ ലൈഫിൽ നമ്മൾ അങ്ങനെയായിരിക്കണം. നമുക്കിഷ്ടമുള്ളതേ നമ്മൾ ചെയ്യാവൂ. നമുക്കിഷ്ടമില്ലാത്ത ഒരു പ്രൊഫഷനും നമ്മൾ ഏറ്റെടുക്കരുത്. നമുക്കിഷ്ടമുള്ളതേ നമ്മൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ. He paused to think, you could teach me how to work that camera. Then father കുറച്ച് സമയം നിർത്തിയിട്ട് പറയാണ്, think you could teach me how to work that camera. എനിക്ക് പഠിക്കേണ്ടത് ക്യാമറ മീൻസ് ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അതൊക്കെ മുന്നേ അതിൽ പറയുന്നുണ്ട് ഫാദർ. ക്ഷമ വേണം, ആ ക്ലിക്കിങ്ങിന് വേണ്ട ടൈമിങ് വേണം. ടൈമിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നീ എനിക്ക് പഠിപ്പിച്ചു തരാനാണ്. തിങ്ക് യു കുഡ് ടീച്ച്. നീ എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാണ് ഒരാൾക്ക് ക്യാമറ ക്ലിക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക. അതിനും ഒരുപാട് വളരെ വാല്യുബിളായുള്ള കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. ബിക്കോസ് യു ഹാവ് ടു
ഗോയിങ് ടു യുവർ ഡ്രീം, നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നീ നടന്നു പോകും. യു ഹാവ് ടു ഗോയിങ് ലൈക്ക് എന്താണ്, ഗോയിങ് ബാക്ക് എന്താണ്, നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നീ ലൈക്ക് എന്താണ്, യു ഹാവ് ടു വാക്ക് യുവർ ഡ്രീം, നിൻ്റെ സ്വപ്നങ്ങളിലേക്ക് നീ നടന്നു നീങ്ങും എന്ന് പറഞ്ഞ് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജെറമീസ് എന്നാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരുപാട് ലെങ്തി ആയിപ്പോവും.